എല്ലാവരും രാവിലെ നല്ല എനർജറ്റിക് ആണല്ലോ അല്ലേ? എങ്കിൽ പതിവ് പോലെ നമുക്കൊരു രസകരമായ കഥ കേൾക്കാം. ഒരു ചെറിയ പട്ടണത്തിൽ അർജുൻ എന്നൊരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. വളരെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായിരുന്നു അർജുൻ. എല്ലാ ദിവസവും അവൻ അതിരാവിലെ ഉണരും. അവന്റെ വീട്ടിലെ കടയിൽ കഠിനാധ്വാനം ചെയ്യും, ദിവസം മുഴുവൻ. കുടുംബത്തിലെ എല്ലാവരെയും സന്തോഷമാക്കി വെക്കാൻ അവൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും വൈകുന്നേരങ്ങളിൽ അവൾ വളരെ ക്ഷീണിതനാകുന്നത് പോലെ അവന് തോന്നി. മനസ്സ് തളരുന്നത് പോലെ അവന് തോന്നി. ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞ് അവൻ ആ ആൽമരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ അതിബുദ്ധിമാനായ അവന്റെ അപ്പൂപ്പൻ അവന്റെ അടുത്തേക്ക് വന്നു. അവന്റെ അടുത്ത് വന്നിരുന്നിട്ട് അയാൾ ചോദിച്ചു, "എന്താ മോനെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?" തെല്ല് സങ്കടത്തോടെ അവൻ പറഞ്ഞു, "അപ്പൂപ്പ, ഞാൻ ഈ വീട്ടിൽ എല്ലാവരെയും എപ്പോഴും സന്തോഷവാനായി വെക്കാനാണ് നോക്കുന്നത്. കടയിൽ വരുന്ന ആളുകളോട് ഏറ്റവും നല്ല രീതിയിലാണ് ഞാൻ പെരുമാറുന്നത്. അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പലപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞ് പലരോടും ഞാൻ തർക്കിക്കാറ് പോലുമുണ്ട്. അവർക്ക് കാര്യം മനസ്സിലാകണമല്ലോ. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും അവസാനം എനിക്ക് ആകെ ക്ഷീണമാണ് തോന്നുന്നത്. മനസ്സിലൊരു മൂടലാണ് തോന്നുന്നത്." അപ്പൂപ്പൻ ചെറുതായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, "നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരു നദിയെയാണ് ഓർമ്മ വരുന്നത്. ദിശയില്ലാതെ എല്ലായിടത്തേക്കും ഒഴുകാൻ ശ്രമിക്കുന്ന നദി അവസാനം ഒന്നുമല്ലാതായി തീരുന്നു. എന്നാൽ കൃത്യമായ ദിശയിൽ ഒഴുകുന്ന നദിയോ, അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇതുപോലെയാണ് നിന്റെ എനർജിയും. നിന്റെ എനർജി ഒരു നിധിയാണെന്ന് കരുതുക. അതിനെ ക്രമേണ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ സമയം കളയരുത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കാതിരിക്കുക. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുക. ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ ജോലി, നിന്റെ ആരോഗ്യം, ബന്ധങ്ങൾ, ഇതിലൊക്കെ നീ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നിനക്ക് വേണ്ടി സമയം കണ്ടെത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിന്നെ കൈപ്പിടിച്ചുയർത്തുന്നു എന്ന് വിശ്വാസമുള്ള ആളുകളുമായി മാത്രം സമയം ചെലവഴിക്കുക." അപ്പോഴാണ് അർജുന് മനസ്സിലായത് എത്രമാത്രം എനർജിയാണ് കഴിഞ്ഞ മാസങ്ങളിൽ അവൻ പാഴാക്കി കളഞ്ഞത് എന്ന്. വെറുതെ തർക്കിച്ചും ടെൻഷൻ അടിച്ചും ആളുകൾക്ക് വിശദീകരണം കൊടുത്തുമൊക്കെ. അടുത്ത ദിവസം അർജുൻ ഉണർന്നത് ഒരു പുതിയ തീരുമാനത്തോടെയായിരുന്നു. തനിക്ക് ഊർജം തരുന്ന കാര്യങ്ങളിൽ മാത്രമേ അവൻ ശ്രദ്ധ ചെലുത്തുകയുള്ളൂ എന്നവൻ തീരുമാനിച്ചു. പതിയെ അവന് മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങി. അവന്റെ മനസ്സ് ശാന്തമായിരുന്നു. അവനിൽ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അവന്റെ ഷോപ്പ് അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങി. അവൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടല്ല, പകരം അവന്റെ ഊർജം എങ്ങനെ ചിലവഴിക്കണമെന്ന് അവൻക്ക് മനസ്സിലാക്കിയപ്പോൾ. ഒരുപാട് ജോലി ചെയ്യുന്നത് പകരം വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവന്റെ ജീവിതം വളരെ സന്തുലിതമായ ഒന്നായിരുന്നു. അവന്റെ ഊർജം ഒരിക്കലും പാഴായി പോയിരുന്നില്ല. വേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം അവൻ കൃത്യമായി ഒഴുക്കിവിട്ടു അത്. അങ്ങനെ അത് പല മടങ്ങ് വർദ്ധിച്ച് തിരിച്ച് അവനിലേക്ക് തന്നെ എത്തി. വിവേകശാലിയായ, സന്തോഷവാനായ ഒരാളായി അവൻ ജീവിതം തുടർന്നു.